ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ പഴം വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇഫ്താറിന് ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പഴം ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഈ ഒരു ഐറ്റം. അപ്പോൾ നമ്മുടെ ദാഹവും വിശപ്പും ഒക്കെ മാറിക്കിട്ടും. നോമ്പിൻ്റെ ഒരു ക്ഷീണം നമുക്ക് അറിയുപോലുമില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്ന ജ്യൂസ് ഞാലിപ്പൂവൻ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ജ്യൂസാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പഴത്തിൻ്റെ തൊലിയൊന്നും കറുത്ത് പോയത് കുഴപ്പമില്ല, നമുക്ക് അടിപൊളി ജ്യൂസ് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. കണ്ടില്ലേ, പഴത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. നല്ല പഴുത്തിട്ട് നല്ല ഈ ഒരു ചൂട് കാരണമാണ് നമുക്ക് ഈ ഒരു പഴത്തിൻ്റെ തൊലി അങ്ങ് കറുത്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പഴം വെച്ചിട്ട് നല്ല അടിപൊളി ജ്യൂസ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 7 ഞാലിപ്പൂവൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 500 ml ഫുൾ ഫാറ്റ് പാല് ഫ്രീസറിൽ വെച്ച് നമ്മളിതൊന്ന് ഐസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത്, ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും നമ്മുടെ പീനട്ടും നിലക്കടലയും വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വറുത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ തൊലിയൊന്നും കളഞ്ഞെടുത്തിട്ടില്ല, ഇതേപോലെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് എന്തെങ്കിലും ഒരു ഫ്ലേവർ നമ്മൾ കൊടുക്കണം. ഒന്നെങ്കിൽ നമ്മൾ ഏലക്കാപ്പൊടി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ടൈഗറിൻ്റെ മാംഗോ എസെൻസ് ആണ് കൊടുക്കുന്നത്. അപ്പം നമുക്കിത് വീഡിയോയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എസെൻസും കളറും കൂടെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പഴത്തിന് ജ്യൂസ് അടിക്കുമ്പോൾ ഒരു മഞ്ഞ കളറാണ് കിട്ടുക. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഈ ഒരു കളർ കൊടുക്കുന്നത്. പിള്ളേർക്ക് കൊടുക്കുമ്പോൾ നിങ്ങളിങ്ങനെ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ പഴമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മളെടുത്ത് വെച്ച നമ്മുടെ അണ്ടിപ്പരിപ്പും നിലക്കടലയും അതും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലൊരു തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും ഇതേപോലെ നിലക്കടലയും ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് 1-2 ക്യാരറ്റ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് നമ്മുടെ പാല് ഒരുപാട് വേണ്ട, വളരെ കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ല പേസ്റ്റ് പോലൊന്ന് അരച്ചു കൊണ്ടുവരാം. ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ടും ചേർത്തിട്ടില്ല, ഒരല്പം നമ്മൾ കണ്ടില്ലേ, ഒരല്പം നമ്മൾ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഫുഡ് കളർ നമുക്ക് ചേർക്കാം. ഞാനിതൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ നമ്മളിവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുഴുവനായിട്ടുള്ള നമ്മുടെ പാല് നല്ല കട്ടാക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ മുഴുവനായിട്ട് പാല് ചേർക്കുമ്പോൾ നമ്മുടെ പഴം അരഞ്ഞു കിട്ടാതെ വരും. അപ്പം ഇനി ഞാനിത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കട്ടെ. ഇതാ നമ്മളിവിടെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ്, നമ്മൾ ഓൾറെഡി പാല് നല്ല ഫ്രീസ് ചെയ്ത് എടുത്തിട്ടുള്ള കാരണം നമുക്ക് ഒത്തിരി തണുപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതാ ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത നമ്മുടെ പഴത്തിൻ്റെ ഈ ഒരു ജ്യൂസും കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇഫ്താർ സ്പെഷ്യലായിട്ട് ഞാലിപ്പൂവൻ വെച്ചിട്ട് നല്ല അടിപൊളി ജ്യൂസ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ. ഇനി നിങ്ങൾക്കിതിൽ സബ്ജ സീഡ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം.
കണ്ടല്ലോ, നല്ല തിക്കായിട്ട് തന്നെ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത മധുരവും നമുക്ക് ഇതിലുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. 1-2 പഴം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ പഴം ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇതേപോലെ നിങ്ങളൊന്ന് അടിച്ചെടുത്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരുടെ നോമ്പിൻ്റെ ക്ഷീണമൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും. അതേപോലെ നമുക്ക് വിശപ്പും നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ് ഈ ഒരു ഐറ്റം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെക്കും. നമ്മൾ പിന്നെ ഇത് നോമ്പ് തുറക്കുന്ന സമയത്താണ് നമ്മളിതൊന്ന് ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഞാനിതൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മളിത് നോമ്പ് തുറക്കാൻ ഇനിയും ടൈമുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് കുറച്ച് നേരത്തെ നമ്മളിത് റെഡിയാക്കി വെക്കുന്നതാട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള പണികളൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ അവസാനിപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമ്മളിത് നോമ്പ് തുറക്കുമ്പോഴാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.